വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ അമ്പെ പരാജയപ്പെട്ട ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ BCCIയുടെ നിർദ്ദേശപ്രകാരം രഞ്ജി ട്രോഫി കളിക്കാനിറങ്ങിയ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് ടീമുകൾക്കും ഒരു ബാധ്യതയാകുന്നു. രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീരിനെതിരെ മുംബൈക്ക് വേണ്ടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 19 പന്തുകൾ നേരിട്ട് വെറും 3 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തത്. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായ യശസ്വി ജയ്സ്വാൾ തന്നെയാണ് മുംബൈക്ക് വേണ്ടിയും രോഹിത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. 8 ബോളിൽ 4 റൺസുമായി യശസ്വി ജയ്സ്വാളും മടങ്ങിയപ്പോൾ ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച മുംബൈ 120 റൺസിൽ ഓൾ ഔട്ടാവുകയായിരുന്നു. ഇനി പഞ്ചാബ് കർണാടക മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഭാവി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭമാൻ ഗില്ലിന്റെ പഞ്ചാബ് 55 റൺസിനാണ് ഇന്ന് ഓൾ ഔട്ടായത്. 8 ബോളിൽ 4 റൺസായിരുന്നു ഗില്ലിന്റെ സംഭാവന. മറ്റൊരു സൂപ്പർ സ്റ്റാറായ ഋഷഭ് പന്തിന്റെ കാര്യത്തിലേക്ക് വന്നാലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സൗരാഷ്ട്രയ്ക്കെതിരെ ഡൽഹിക്ക് വേണ്ടി ബാറ്റിംഗിനിറങ്ങിയ താരം 10 ബോളിൽ 6 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തത്. ലീഗ് സ്റ്റേജിലെ അവസാന മത്സരങ്ങളോടടുക്കുമ്പോൾ സൂപ്പർ താരങ്ങളുടെ ഈ മോശം പ്രകടനം ടീമിന്റെ പ്രീ ക്വാർട്ടർ പ്രവേശനത്തിന് ഒരു വിലങ്ങുതടിയായിരിക്കുകയാണ്. അതേസമയം രഞ്ജി ട്രോഫി ഗ്രൂപ്പ് സിയിൽ 5 മത്സരങ്ങളിൽ 18 പോയിന്റുമായി ഹരിയാനയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്തുള്ള കേരളം മധ്യപ്രദേശിനെതിരെ ഇന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. MD നിതീഷിന്റെ 5 വിക്കറ്റ് പ്രകടനത്തിന്റെ പിൻബലത്തിൽ മധ്യപ്രദേശിനെ 160 റൺസിന് ഓൾ ഔട്ടാക്കിയ കേരളം ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 54 റൺസ് എടുത്തിട്ടുണ്ട്.